അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് റമളാനിലെ അവസാനത്തെ 10 എത്രയും പ്രധാനപ്പെട്ടതാണോ അത്രയേറെ പ്രാധാന്യമുള്ള മഹത്തായ രാവുകളിലൂടെ ദിനരാത്രങ്ങളിലൂടെയാട്ടോ നമ്മൾ പോണത്. ദുൽഹജ്ജ് 9 അറഫ നോമ്പ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും നോമ്പ് മാക്സിമം പിടിക്കാനായിട്ട് ഉത്സാഹിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുമെന്നാണ് അറഫ നോമ്പ് പിടിച്ചാലുള്ള പ്രതിഫലം. അപ്പോൾ വരാൻ പോകുന്ന ഒരു വർഷം എന്ന് പറയുമ്പോൾ അതിൽ വെങ്ങേനെ നമുക്ക് ഒരു വർഷം കൂടി ആയുസ് ഉണ്ടാകുമെന്നുള്ളൊരു സൂചന ഉണ്ടെന്ന് മഹാന്മാർ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് അറഫ? നമ്മൾ കേൾക്കുന്നുണ്ട് അറഫ ദിനം എന്ന്. എന്താണ് അറഫ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും കണ്ടുമുട്ടിയ സ്ഥലമാണ് കേട്ടോ അറഫ. അതുമാത്രമല്ല, ഇസ്ലാമിലെ തന്നെ അവസാനത്തെയും മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന സ്ഥലമാണ് കേട്ടോ അറഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ മനുഷ്യരാശിക്ക് വേണ്ടി മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപനം നടത്തിയത് അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ദുർബലർക്ക് വേണ്ടിയിട്ടും അതുപോലെ വെളുത്തവനും കറുത്തവനും വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമന്മാരാണെന്ന് പറഞ്ഞതും, തഖ്വ കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാളും കേമന്മാരല്ല എന്ന് പറഞ്ഞതും ഈ ദിവസമാണ് കേട്ടോ. അതുപോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ് അറഫ. മക്കയിൽ നിന്ന് ഏകദാണ്ട് 20 കിലോമീറ്ററോളം വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയാണ് കേട്ടോ അറഫ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ദിവസങ്ങളൊന്നും മിസ്സാക്കാതെ തന്നെ മാക്സിമം ദുൽഹജ്ജ് 1 മുതൽ 10 വരെ അത്രയേറെ പവിത്രമായ ദിവസങ്ങളായതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അധികാറുകളിലും നല്ല പ്രവൃത്തികളിലും ദാനധർമ്മങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് മാക്സിമം നമ്മുടെ സ്ഥാനം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉറപ്പിക്കാൻ നമ്മൾ മാക്സിമം പരിശ്രമിക്കണം കേട്ടോ പ്രിയപ്പെട്ടവരെ. ഇതുവഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അമല് ചെയ്യാൻ തോന്നുമെങ്കിൽ മാഷാ അല്ലാ, അതല്ലേ ഏറ്റവും വലിയ കൂലി. ഇൻഷാ അല്ലാ നമ്മൾ ഓരോരുത്തരും പ്രധാനപ്പെട്ട ദുആകളിലൊക്കെ നമ്മളെ ഓർക്കണം കേട്ടോ. നിങ്ങളെയൊക്കെ ഞാനും മാക്സിമം ഓർക്കും. ഇൻഷാ അല്ലാ മിസ്സാക്കല്ലേ കേട്ടോ പ്രിയപ്പെട്ടവരെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.